ഹലോ, നമ്മളൊന്ന് മാംഗോ ബാറാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതിനായിട്ട് 2 മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, മാങ്ങയും പഞ്ചസാരയും മാത്രം അരച്ചെടുത്താൽ മതി. ഇനി വേറൊരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുടെ മിശ്രിതം ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിനൊക്കെ ബീറ്റ് ചെയ്യണം, അത്രയും ബീറ്റ് ചെയ്യണ്ട, കുറച്ച് ലൂസായിട്ടിരുന്നോട്ടെ. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഒഴിക്കാൻ സുഖമാണ് കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്തതിന് ശേഷം നമ്മളൊരു ഹോളിട്ടിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഞാനിത് നൈറ്റാണ് ഉണ്ടാക്കണത്, ഓവർ നൈറ്റ് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. രാവിലെ എടുത്ത് നോക്കണത്, അപ്പോൾ കറക്റ്റ് ഐസ്ക്രീം ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ഞാനൊരു ഐസ്ക്രീം ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അതും ബോക്സിലാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. രാത്രി മുഴുവൻ ഫ്രീസറിൽ നിന്നോട്ടെ, രാവിലെ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ഐസ്ക്രീം ആയിട്ടുണ്ടാവും. കണ്ടോ, നമ്മൾ അടിപൊളി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ ബാറും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മളത് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട്, പച്ചവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഇറക്കി വെക്കണം. ഈ മോൾഡ് അതിൽ കുറച്ച് നേരം ഇറക്കി വെച്ചിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കോടുകൂടി എടുക്കുമ്പോൾ സ്റ്റിക്ക് മാത്രം പോരും, ഐസ്ക്രീം അതിലിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റും.